ഹലോ സ്റ്റുഡൻസ്. സോ നമ്മൾ അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തേർഡ് മൊഡ്യൂൾ അത് പറയുന്നത് നമ്പർ തിയറി ആൻഡ് ക്രിപ്റ്റോ സിസ്റ്റം. അതാണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ. സോ നമുക്ക് ആദ്യം എന്താണ് നമ്പർ തിയറി എന്ന് നോക്കാം. സോ സീ ദ ഡെഫിനിഷൻ. The part of mathematics involving the integers and their products belonging to the branch of mathematics called number theory. എന്താണ് നമ്പർ തിയറി? ഇൻറ്റിജേഴ്സും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് ഏരിയകളുണ്ട്. അതിനെയാണ് നമ്മൾ നമ്പർ തിയറി എന്ന് പറയുന്നത്. മാത്സിൽ നമ്മൾ ഇൻറ്റിജേഴ്സും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും പഠിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ നമ്പർ തിയറി എന്ന് പറയുന്നത്. അതായത് നമ്പർ തിയറി എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിൻ്റെ തിയറി ഓഫ് നമ്പേഴ്സ്. അതാണ് നമ്പർ തിയറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കിയേ. ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റിയാണ്. അതായത് ഡെഫിനിഷൻ ഓഫ് ഡിവിസിബിലിറ്റി എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇഫ് എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ് വിത്ത് എ ഈക്വൽ ടു 0, എയും ബിയും എന്താണ്? ഇൻറ്റിജേഴ്സ്. അവിടെ എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. വി സീ ദാറ്റ് എ ഡിവൈഡ്സ് ബി. എ ഡിവൈഡ്സ് ബി എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുന്നത്? ഇഫ് ദെയർ ഈസ് ആൻ ഇൻറ്റിജർ സി സച്ച് ദാറ്റ്, അതായത് എ ഡിവൈഡ്സ് ബി എന്ന് നമുക്ക് പറയണമെങ്കിൽ അവിടെ ഒരു ഇൻറ്റിജർ സി ഉണ്ടായിരിക്കണം. അത് എന്ത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് ബിയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. When A divides B, we say that A is a factor of B and B is a multiple of A. So A divides B എന്ന് പറയുമ്പോൾ നമുക്ക് അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? എ എന്ന് പറയുന്നത് ബിയുടെ ഒരു ഫാക്ടറും ബി എന്ന് പറയുന്നത് എയുടെ ഒരു മൾട്ടിപ്പിളും ആണെന്ന് നമുക്ക് പറയാം. ഈ നൊട്ടേഷൻ ശ്രദ്ധിച്ചോ. എ ഡിവൈഡ്സ് ബി, അതായത് ഈ നൊട്ടേഷൻ വായിക്കുന്നത് നമ്മൾ എ ഡിവൈഡ്സ് ബി എന്നാണ് ഈ നൊട്ടേഷനെ വായിക്കുന്നത്. ഡിനോട്ട്സ് ദാറ്റ് എ ഡിവൈഡ്സ് ബി. വി റൈറ്റ് എ ഡിവൈഡ്സ് ബിയുടെ ആ ഡിവൈഡിൻ്റെ അവിടെ ഒരു വെട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? എ ഡസ് നോട്ട് ഡിവൈഡ്സ് ബി എന്ന് പറയും. സോ ഈ നൊട്ടേഷൻ നോക്കുക. ഈ നൊട്ടേഷനാണ് ഇനി തൊട്ട് നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ നൊട്ടേഷന് നമ്മൾ വായിക്കുന്നത് എ ഡിവൈഡ്സ് ബി എന്നാണ്. സോ ഡെഫിനിഷൻ ഓഫ് ഡിവിസിബിലിറ്റി എന്താണ്? If A and B are integers with A not equal to 0, we say that A divides B if there is an integer C such that, അവിടെ ഒരു C എന്ന് പറഞ്ഞ ഇൻറ്റിജർ ഉണ്ടായിരിക്കണം. such that എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? such that B equal to AC എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇൻറ്റിജർ അവിടെ ഉണ്ടാവണം. എന്നാൽ നമുക്ക് പറയാം A divides B എന്ന്. ഇനി A divides B എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നില്ലെങ്കിൽ A എന്ന് പറയുന്നത് Bയുടെ ഒരു ഫാക്ടർ ആവണം and B is a multiple of A എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, the notation A divides B denote that A divides B. We write A. ഈ നൊട്ടേഷൻ ഉദ്ദേശിക്കുന്നത് A does not divides B എന്നാണ് ഈ നൊട്ടേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിറ്റർമിൻ വെദർ 3 divides 7 and 3 divides 12. എന്താ നമുക്ക് കാണിക്കേണ്ടത്? 3 divides 7 and 3 divides 12 ആണോ എന്ന് നമുക്ക് നോക്കാം. സോ നോക്കിയേ, 3 divides 7 ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ. എന്തുകൊണ്ടാണ്? 3 divides 7 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ അല്ല. കാരണം നമ്മൾ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡെസിമൽ കിട്ടും അല്ലേ? 7 divided by 3 എന്ന് പറയുന്നത് എത്രയാണ്? 2.3 എന്ന് കിട്ടും. സോ ദിസ് ഇസ് നോട്ട് ആൻ ഇൻറ്റിജർ. അതുകൊണ്ട് 3 divides 7 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ അല്ല. ബട്ട് 3 divides 12 നോക്കിയേ. 3 divides 12 എന്ന് പറയുമ്പം 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു 4 എന്ന് പറഞ്ഞൊരു ഹോൾ നമ്പർ കിട്ടും. അതിനല്ലോ 4 കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? 3 divides 12 എന്ന് പറയും. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ്, ലെറ്റ് n and d be positive integer. ഇത് സ്മോൾ ലെറ്റർ n ആണ്. n and d be positive integer. How many positive integers not exceeding n are divisible by d? എത്ര പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്? അത് എങ്ങനത്തെ ഏത് കണ്ടീഷനിൽ? നോട്ട് എക്സീഡിങ് n, എന്നിനേക്കാളും കൂടുതൽ വരാത്ത എത്ര പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് ഡി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ആർ ഡിവിസിബിൾ ബൈ ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ സൊല്യൂഷൻ നോക്കിയേ. ദ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഡിവിസിബിൾ ബൈ ഡി ആർ ഓൾ ഇൻറ്റിജേഴ്സ് ഓഫ് ദ ഫോം ഡി കെ. അപ്പം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഡിവിസിബിൾ ബൈ ഡി ആർ ഓൾ ദ ഇൻറ്റിജേഴ്സ് ഓഫ് ദ ഫോം ഡി കെ. നമ്മൾ ഡിവിസിബിലിറ്റിയുടെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞല്ലോ എയും ബിയും എ ഡിവൈഡ്സ് ബി എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു ഇൻറ്റിജർ സി ഉണ്ടായിരിക്കണം. സോ ഇവിടെ കെ ആണ് എടുത്തിരിക്കുന്നത്. സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ സി എന്നാണ് നമ്മൾ ഡിവിസിബിലിറ്റിയുടെ ഡെഫിനിഷനിൽ പറഞ്ഞത്. ആ ഡെഫിനിഷൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടാണ് അവർ ഈ സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത്. ദ പോസിറ്റീവ് ഇൻറ്റിജർ ഡിവിസിബിൾ ബൈ ഡി ആർ ഓൾ ദ ഇൻറ്റിജേഴ്സ് ഓഫ് ദ ഫോം ഡി ബൈ കെ. അതായത് ആ ഇൻറ്റിജേഴ്സ് ഏത് ഫോമിലായിരിക്കുന്നത്? ഡി ബൈ കെ എന്ന് പറഞ്ഞ ഫോമിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡി വെച്ച് ആ ഇൻറ്റിജേഴ്സിനെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേർ കെ എന്ന് പറയുന്നത് എന്താ? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ.
Hence, the number of positive integers divisible by d that do not exceed n എന്ന് പറയുന്നത് എത്രയായിരിക്കും? n കൂടാത്ത നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ d എന്ന് പറയുന്നത് എന്താ? ദ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് k വിത്ത് ഡി കെയുടെ വാല്യൂ 0 ലെസ് ദാൻ ഡി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതായത് 0യുടെയും എന്നിൻ്റെയും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് ആയിരിക്കും ഡി കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെയർഫോർ ദെയർ ആർ, സോ ഇത് നോക്കിയേ, ഇനി നമ്മൾ ഈ ഇൻഇക്വാളിറ്റിയെ 0 ലെസ് ദാൻ ഡി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറയുന്ന ഇൻഇക്വാലിറ്റി ത്രൂ ഔട്ട് ഡി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 ബൈ ഡി എന്ന് പറയുന്നത് 0 തന്നെ, ഡി കെ ബൈ ഡി എന്ന് പറയുന്നത് നമുക്ക് കെ കിട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ബൈ ഡി. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ ഇൻഇക്വാളിറ്റിയെ കിട്ടിയത്. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഈ ഡി, ഈ ഇൻഇക്വാളിറ്റിയെ നമ്മൾ ഡി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻഇക്വാളിറ്റി കിട്ടും. സോ ഈ ഇൻഇക്വാളിറ്റിയുടെ ഫോം നോക്കിക്കേ, 0 ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ബൈ ഡി, അതായത് 0 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, n ബൈ ഡിയെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മുടെ ഫ്ലോർ ഫംഗ്ഷൻ നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ആ ഒരു ഡെഫിനിഷൻ അല്ലേ ഇത്. ദെയർഫോർ ദെയർ ആർ ഫ്ലോർ n ബൈ ഡി, അതായത് ഈ നൊട്ടേഷൻ നമ്മൾ പഠിച്ച ഫ്ലോർ n ബൈ ഡി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നോട്ട് എക്സീഡിങ് n ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ ഡി. സോ അവിടെ എത്ര എണ്ണം ഉണ്ട്? ഫ്ലോർ n ബൈ ഡി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്, നോട്ട് എക്സീഡിങ് n എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലെറ്റ് n ആൻഡ് d ബി ദ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. എന്നും ഡിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് എടുത്തു. ഹൗ മെനി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നോട്ട് എക്സീഡിങ് n ആർ ഡിവിസിബിൾ ബൈ ഡി? എത്ര പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നോട്ട് എക്സീഡിങ് n ഡിവിസിബിൾ ബൈ ഡി ആയിട്ടുണ്ടെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ദ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഡിവിസിബിൾ ബൈ ഡി ആർ ദ ഇൻറ്റിജേഴ്സ് ഓഫ് ദ ഫോം ഡി കെ. ആ ഇൻറ്റിജേഴ്സ് ഏത് ഫോമിലായിരിക്കും ഇരിക്കുന്നത്? ഡിവിസിബിൾ ബൈ ഡി ആയിട്ട് വരുന്ന ആ ഇൻറ്റിജേഴ്സ് ഏതൊക്കെ ഫോമിലിരിക്കും? ഡി കെ എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും ആ ഇൻറ്റിജേഴ്സ് ഇരിക്കുന്നത്. എന്നാലല്ലേ അത് ഡിവിസിബിൾ ബൈ ഡി ആവത്തുള്ളൂ. ഡി കെ എന്ന് പറഞ്ഞ ഫോമിലിരുന്നാൽ, വേർ കെ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജർ. ഹെൻസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഡിവിസിബിൾ ബൈ ഡി ദാറ്റ് ഡു നോട്ട് എക്സീഡ് n ഈക്വൽസ് ദ നമ്പർ ഓഫ് ഇൻറ്റിജർ കെ വിത്ത് 0 ലെസ് ദാൻ, അതായത് 0യ്ക്കും എന്നിനും n കൂടാൻ പാടില്ല. അതുകൊണ്ട് ഡി കെയുടെ വാല്യൂ എവിടെ ഇരിക്കണം? 0യ്ക്കും എന്നിനും ഇടയ്ക്കിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഇൻഇക്വാളിറ്റിയെ എന്ത് ചെയ്തു? നമ്മൾ ത്രൂ ഔട്ട് ഡി വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 0 ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ബൈ ഡി എന്ന് കിട്ടി. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോർ ഫംഗ്ഷൻ അല്ലേ. ഫ്ലോർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ദെയർഫോർ ദെയർ ആർ ഫ്ലോർ n ബൈ ഡി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നോട്ട് എക്സീഡിങ് n ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ ഡി. അപ്പോൾ എത്ര പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്? ഫ്ലോർ n ബൈ ഡി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് തിയറം എന്താണെന്ന് നോക്കാം. ഒരു തിയറമാണ് ഈ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ലെറ്റ് എ ബി ആൻഡ് സി ബി ഇൻറ്റിജേഴ്സ്. എയും ബിയും സിയും 3 ഇൻറ്റിജേഴ്സ് എടുത്തു. ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി ദെൻ എ ഡിവൈഡ്സ് ബി പ്ലസ് സി എന്ന് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാം. സെക്കൻഡ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇഫ് എ ഡിവൈഡ്സ് ബി ദെൻ എ ഡിവൈഡ്സ് ബി സി ഫോർ ഓൾ ഇൻറ്റിജേഴ്സ് സി. എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ എ ഡിവൈഡ്സ് ബി സി ഫോർ ഓൾ ഇൻറ്റിജേഴ്സ് സി. ഇനി തേർഡ് പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് സി ദെൻ എ ഡിവൈഡ്സ് സി. എ ഡിവൈഡ്സ് ബി ആണെങ്കിലും ബി ഡിവൈഡ്സ് സി ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എ ഡിവൈഡ്സ് സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് പ്രൂഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ സപ്പോസ് ദാറ്റ് എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സിയും തന്നിട്ടുണ്ട്. എ ഡിവൈഡ്സ് ബിയും എ ഡിവൈഡ്സ് സിയുമാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ഡിവൈഡ്സ് ബി പ്ലസ് സി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി എന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സോ നമ്മൾ ആദ്യം പഠിച്ച ഡെഫിനിഷൻ ഓഫ് ഡിവിസിബിലിറ്റിയുടെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഇറ്റ് ഫോളോസ് ദാറ്റ് ദെയർ ആർ ഇൻറ്റിജേഴ്സ് എസ് ആൻഡ് ടി വിത്ത് ബി ഈസ് ഈക്വൽ ടു എ എസ് ആൻഡ് സി ഈസ് ഈക്വൽ ടു എ ടി. അതായത് എ ഡിവൈഡ്സ് ബി എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു ഇൻറ്റിജർ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ ഡിവിസിബിലിറ്റിയുടെ ഡെഫിനിഷനിൽ പറഞ്ഞു. അവിടെ നമ്മൾ സി എന്നാണ് ആ ഇൻറ്റിജറിനെ എടുത്തത്, ഇവിടെ നമ്മൾ എസ് എന്ന് എടുത്തു. ഓക്കെ, സോ ബി ഈക്വൽ ടു എ എസ് എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു കണ്ടീഷനോട് പറഞ്ഞിട്ടുണ്ട്, എ ഡിവൈഡ് സി എന്നും പറഞ്ഞിട്ടുണ്ട്. സോ എ ഡിവൈഡ് സി ആണെങ്കിൽ അവിടെ ഒരു ഇൻറ്റിജർ ടി ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് സി ഈക്വൽ ടു എ ടി. സോ ഈ രണ്ട് സ്റ്റെപ്പ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ പ്ലസ് ചെയ്തു, ആഡ് ചെയ്തു. ഹെൻസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ എസ് പ്ലസ് എ ടി എന്ന് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് നിന്ന് എ കോമൺ എടുത്തപ്പം എ ഇൻറ്റു എസ് പ്ലസ് ടി എന്ന് കിട്ടി. ഈ എസും ടിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണല്ലോ. സോ അതിനെ നമ്മൾ ഇത് ഫുൾ ടേം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജറാണ്. സോ നമുക്ക് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് ടി എന്ന് കിട്ടിയല്ലോ. സോ നമുക്കിതിനെ നേരെ തിരിച്ച് എങ്ങനെ എഴുതാം? ഈ എ എന്ന് പറയുന്നത് ഡിവൈഡ്സ് ബി പ്ലസ് സി എന്ന് പറയാമല്ലോ. കാരണം അവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എസ് പ്ലസ് ടി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഡെഫിനിഷൻ വെച്ചിട്ട് ഈ ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് ടിയെ നമുക്ക് എങ്ങനെ എഴുതാം?
എ ഡിവൈഡ്സ് ബി പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൂഫ് നോക്കി. ഇഫ് എ ഡിവൈഡ്സ് ബി ദെൻ എ ഡിവൈഡ്സ് ബി സി ഫോർ ഓൾ ഇൻറ്റിജേഴ്സ് സി. എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ എ ഡിവൈഡ്സ് ബി സി ഫോർ ഓൾ ഇൻറ്റിജേഴ്സ് സി എന്ന് പ്രൂവ് ചെയ്യണം. സപ്പോസ് ദാറ്റ് എ ഡിവൈഡ്സ് ബി, അത് നമുക്ക് തന്നിട്ടുണ്ട്, എ ഡിവൈഡ്സ് ബി എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡിവിഷൻ ഓഫ് ഡിവിസിബിലിറ്റി വെച്ച് നമുക്ക് പറയാം ദെൻ ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ കെ സച്ച് ദാറ്റ് ബി ഈസ് ഈക്വൽ ടു എ കെ. നമ്മൾ ആ ഡെഫിനിഷൻ വെച്ചിട്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ദെയർഫോർ മൾട്ടിപ്ലൈയിങ് ബൈ സി ഓൺ ബോത്ത് സൈഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ രണ്ട് സൈഡിലും സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എന്താവും, ബി സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സി കെ എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി. സി കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണല്ലോ, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണല്ലോ. സോ അതിനെ നമ്മൾ ടി എന്ന് കൊടുത്തു, വേർ ടി ഈക്വൽ ടു സി കെ. സോ നമുക്ക് എന്ത് പറയാം, ബി സി ഈസ് ഈക്വൽ ടു എ ടി എന്ന് പറയാം. സോ നമുക്ക് ഡെഫിനിഷൻ ഓഫ് ഡിവിസിബിലിറ്റി വെച്ച് എന്ത് പറയാം, എ ഡിവൈഡ്സ് ബി സി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് പ്രൂഫ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് സി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എ ഡിവൈഡ്സ് സി എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ ഈ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഡിവിസിബിലിറ്റിയുടെ ഡെഫിനിഷൻ വെച്ചിട്ട് ബി ഈക്വൽ ടു എ എസ് എന്നും സി ഈക്വൽ ടു ബി ടി എന്നും നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ബി ഈക്വൽ ടു എ എസ് ആണല്ലോ, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ ബിക്ക് പകരം എ എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ നമുക്ക് എന്ത് കിട്ടി, സി ഈക്വൽ ടു എ എസ് ടി എന്ന് കിട്ടി. ഇതിന് നോക്കി എസും ടിയും എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് അല്ലേ, അതിന് നമ്മൾ കോമൺ ആയിട്ട് സി എന്ന് പറയുന്ന എസും ടി എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ഓക്കെ, സോ നമുക്ക് ഡെഫിനിഷൻ ഓഫ് ഡിവിസിബിലിറ്റി വെച്ചിട്ട് എന്ത് പറയാം, എ ഡിവൈഡ്സ് സി എന്ന് പറയാം. കാരണം എസും ടി എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻറ്റിജർ അവിടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, സോ ഈ തിയറം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു കൊറോളറി എന്താണെന്ന് നോക്കാം. കൊറോളറി നോട്ട് റിമാർക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ നോക്കുക, ഇഫ് എ ബി ആൻഡ് സി ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സച്ച് ദാറ്റ് എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി ദെൻ എ ഡിവൈഡ്സ് എം ബി പ്ലസ് ഇൻ സി. അതായത് എയും ബിയും സിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് സച്ച് ദാറ്റ് എന്ത് തന്നിട്ടുണ്ട്, എ ഡിവൈഡ്സ് ബി എന്നും പറഞ്ഞിട്ടുണ്ട്, എ ഡിവൈഡ്സ് സി എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡിവൈഡ്സ് എം ബി പ്ലസ് എൻ സി വെർ എം ആൻഡ് എൻ ആർ ഇൻറ്റിജേഴ്സ്. ഓക്കെ, ബൈ പാർട്ട് 2 ഓഫ് തിയറം 1, തിയറം 1ൻ്റെ പാർട്ട് 2 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഫോളോസ് ദാറ്റ് എ ഡിവൈഡ്സ് എം ബി ആൻഡ് എ ഡിവൈഡ്സ് എൻ സി വെനെവർ എം ആൻഡ് എൻ ആർ ഇൻറ്റിജേഴ്സ്. ദെൻ ബൈ പാർട്ട് 1 ഫസ്റ്റ് പാർട്ട് എന്താ പറയുന്നത്, നമ്മളിപ്പോൾ പഠിച്ച തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് വെച്ചിട്ട് നമുക്ക് പറയാം എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് എൻ സി ഇംപ്ലൈസ് എ ഡിവൈഡ്സ് എം ബി പ്ലസ് എൻ സി. ഈ കൊറോളറി ഇവിടെ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ കൊറോളറിയുടെ പ്രൂഫാണിത്. സോ കൊറോളറി എന്താ പറയുന്നത്, എയും ബിയും സി ഇൻറ്റീജേഴ്സ് ഉണ്ട് സച്ച് ദാറ്റ് എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി ദെൻ എ ഡിവൈഡ്സ് എം ബി പ്ലസ് എൻ സി വെനെവർ എം ആൻഡ് എൻ ആർ ഇൻറ്റീജേഴ്സ് തന്നിട്ടുണ്ട്. സോ നമ്മൾ മുമ്പ് പഠിച്ച തിയറത്തിൻ്റെ പാർട്ട് 2ഉം പാർട്ട് 1ഉം വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 2 വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എ ഡിവൈഡ്സ് എം ബി ആൻഡ് എ ഡിവൈഡ്സ് എൻ സി വെനെവർ എം ആൻഡ് എൻ ആർ ഇൻറ്റീജേഴ്സ്. ദെൻ പാർട്ട് 1 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എ ഡിവൈഡ്സ് എം ബി ആൻഡ് എ ഡിവൈഡ്സ് എൻ സി ഇംപ്ലൈസ് എ ഡിവൈഡ്സ് എം ബി പ്ലസ് എൻ സി എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നോക്കിയും ദ ഡിവിഷൻ അൽഗോറിതം. എന്താണ് ഡിവിഷൻ അൽഗോറിതം എന്ന് പറഞ്ഞാൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് ഡിവിഷൻ അൽഗോറിതം. സോ അത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, ഇത് വലിയ പാടൊന്നുമില്ല, എളുപ്പമുള്ള ഒരു കേസാണ്. വാട്ട് ഈസ് ഡിവിഷൻ അൽഗോറിതം? ലെറ്റ് എ ബി ആൻ ഇൻറ്റിജർ ആൻഡ് ഡി എ പോസിറ്റീവ് ഇൻറ്റിജർ. എ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറും ഡി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജറും എടുത്തു. ദെൻ ദെയർ ആർ യുണീക്ക് ഇൻറ്റിജേഴ്സ് ക്യു ആൻഡ് ആർ വിത്ത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഡി. അതായത് എ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറും ഡി എന്ന് പറയുന്ന പോസിറ്റീവ് ഇൻറ്റിജറും എടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടെ യുണീക്ക് ഇൻറ്റിജേഴ്സ് ക്യു ആൻഡ് ആർ ഉണ്ടായിരിക്കും. ആറിൻ്റെ കണ്ടീഷൻ എന്താണ്, ആർ എന്ന് പറയുന്നത് 0യ്ക്കും ഡിക്കും ഇടയ്ക്കായിരിക്കണം ഉള്ളത്. അങ്ങനെ ഒരു യുണീക്ക് ഇൻറ്റിജേഴ്സ് അവിടെ ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് എ ഈസ് ഈക്വൽ ടു ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എ ഈക്വൽ ടു ഡി ക്യു പ്ലസ് ആർ എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഡിവിഷൻ അൽഗോറിതം എന്ന് പറയുന്നത്. എന്താണ് ഡിവിഷൻ അൽഗോറിതം? let a be an integer and d a positive integer, then there are unique integers q and r with 0 less than or equal to r less than d such that ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, a is equal to dq plus r എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഇതാണ് ഡിവിഷൻ അൽഗോറിതം. ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കിയേ. ഇൻ ദ ഈക്വാളിറ്റി ഗിവൺ ഇൻ ദ ഡിവിഷൻ അൽഗോറിതം, അതായത് ഈ ഈക്വാളിറ്റിക്കകത്ത് എ is equal to dq plus r-നകത്ത് d എന്ന് പറയുന്നത് എന്താണ്, ഡി എന്ന് പറയുന്നതിനെ ഡിവൈസർ എന്നും എ എന്ന് പറയുന്നതിനെ ഡിവിഡൻറ്റ് എന്നും ക്യൂ എന്ന് പറയുന്നതിനെ കോഷ്യൻ്റ് എന്നും ആർ എന്ന് പറയുന്നതിനെ റിമൈൻഡർ എന്നും നമ്മൾ വിളിക്കുന്നു. ഓക്കെ, സോ അതെന്താണെന്ന് മനസ്സിലായല്ലോ.
നമ്മുടെ ഡിവിഷൻ അൽഗോറിതത്തിനകത്തെ കണ്ടീഷൻ എ ഈസ് ഈക്വൽ ടു ഡി ക്യൂ പ്ലസ് ആറിനകത്തെ കണ്ടീഷനില്ല എ എന്ന് പറയുന്നത് ഡിവൈസറും എ എന്ന് പറയുന്നതല്ല ഡി എന്ന് പറയുന്നത് ഡിവൈസറും എ എന്ന് പറയുന്നത് ഡിവിഡൻറ്റും ക്യൂ എന്ന് പറയുന്നത് കോഷ്യൻറ്റുമാണ് ആർ എന്ന് പറയുന്നത് റിമൈൻഡറുമാണ്. The notation used to express the quotient and remainder is quotientനെയും റിമൈൻഡിനെയും എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണ് ക്യൂ ഇസ് ഈക്വൽ ടു എ ഡിവൈഡ്സ് ഡി ആൻഡ് ആർ ഇസ് ഈക്വൽ ടു എ മോഡ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഡിവിഡൻറ്റും ഡിവൈസറും കോഷ്യൻറ്റും ഒക്കെ എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, വാട്ട് ആർ ദ കോഷ്യൻറ്റ് ആൻഡ് റിമൈൻഡർ വെൻ 101 ഈസ് ഡിവൈഡ് ബൈ 11. 101നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റും റിമൈൻഡറും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ 101 ഈസ് ഈക്വൽ ടു ഇതിനകത്ത് 101 എന്ന് പറയുന്നത് എന്താണ്? 101 എന്ന് പറയുന്നത് ഡിവിഡൻറ്റ്, 11 എന്ന് പറയുന്നത് ഡിവൈസർ, 9 എന്ന് പറയുന്നത് കോഷ്യൻറ്റ് ആൻഡ് 2 എന്ന് പറയുന്നത് റിമൈൻഡർ. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നത് ഇത് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സോ എ ഈക്വൽ ടു ഡി ക്യൂ പ്ലസ് ആറിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്ക് പകരം എന്താ 101, ഡി എന്ന് പറയുന്നത് എന്താ ഡിവൈസർ എന്ന് പറയുന്നത് 11, ക്യൂ എന്ന് പറയുന്നത് കോഷ്യൻറ്റ് 9 പ്ലസ് ആർ എന്ന് പറയുന്നത് റിമൈൻഡർ 2. സോ കോഷ്യൻറ്റ് എന്ന് പറയുന്നത് 9. സോ നമുക്ക് കോഷ്യൻറ്റിനെ എങ്ങനെ എഴുതാമെന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. കോഷ്യൻറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു എ ഡിവൈഡ് ഡി എന്ന് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഇസ് എ എന്ന് പറയുന്നത് എന്താ 101 ഡിവൈഡ് ഡി എന്ന് പറയുന്നത് എന്താ 11 എന്ന് പറയുന്നത്. സോ റിമൈൻഡറിനെയും നമ്മൾ അങ്ങനെ എഴുതാം. റിമൈൻഡറിനെ എങ്ങനെ എഴുതാം? എ മോഡ് ഡി എന്ന് എഴുതാം. എ എന്ന് പറയുന്നത് 101, മോഡ് ഡി എന്ന് പറയുന്നത് 11. ഓക്കെ, റിമൈൻഡർ എന്താ 2. സോ ഇതെങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ കോഷ്യൻറ്റ് ആൻഡ് റിമൈൻഡർ വെൻ -11 ഈസ് ഡിവൈഡഡ് ബൈ 3. -11 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എൻ്റെ കോഷ്യൻറ്റും റിമൈൻഡറും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. മറ്റതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നൗ നെക്സ്റ്റ് ഒരു നോട്ട് നോക്കിയേ. ദ ഇൻറ്റിജർ എ ഈസ് ഡിവിസിബിൾ ബൈ ദ ഇൻറ്റിജർ ഡി ഇഫ്, അതായത് എ എന്ന് പറയുന്നത് ഡി ആയിട്ട് എങ്ങനെയാണ് ഡിവിസിബിൾ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ റിമൈൻഡർ ഈസ് 0 വെർ എ ഈസ് ഡിവൈഡഡ് ബൈ ഡി. റിമൈൻഡർ 0 ആവുന്ന കേസിലാണ് ഇൻറ്റിജർ എ ഈസ് ഡിവിസിബിൾ ബൈ ദ ഇൻറ്റിജർ ഡി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മോഡുലാർ അരിത്തമെറ്റിക് എന്താണെന്നാണ് പറയുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇപ്പം ഇത്രയും പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഡെഫിനിഷൻ ഓഫ് ഡിവിസിബിലിറ്റിയും ഡിവിസിബിലിറ്റി അൽഗോരിതം ഒക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കാണാതെ പഠിക്കണം. പിന്നെ ഇടയ്ക്ക് വന്ന തിയറം അതും ചോദിക്കുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ഒരു മൊഡ്യൂളാണ്. സോ ഞാനിപ്പോൾ പറഞ്ഞത് ഇത്രയും നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ പഠിച്ചുകൊണ്ട് വേണം എഴുതാൻ. കാരണം വലിയ കാര്യമൊന്നും അല്ല ഇതിനകത്ത് പറഞ്ഞിട്ട്, വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ അതിൻ്റെ നോട്ട്സ് PDF ആക്കി ഇട്ടേക്കാം. എല്ലാവരും എഴുതി എത്രയും പെട്ടെന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ.